ഡിസംബർ 7, 2024 ഒഡീസയിലെ ജാസുഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു സ്ത്രീ വരികയാണ്. അവർ അത്യാവശ്യം പാനിക്കായിരുന്നു. അവർ പോലീസുകാരുടെ അടുത്ത് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ടായിരുന്നു എത്തിയത്. അവരുടെ 18 വയസ്സുള്ള മകളെ 2-3 ദിവസമായിട്ട് കാണാനില്ല എന്നുള്ളതായിരുന്നു ആ ഒരു കംപ്ലൈൻറ്റ് കേട്ട പോലീസുകാർ തന്നെ ചോദിച്ചു, 2-3 ദിവസമായിട്ട് മകളെ കാണാതായിട്ട് നിങ്ങൾ ഇപ്പോഴാണോ വന്ന് കംപ്ലൈൻറ്റ് തരുന്നതെന്ന്. അപ്പോൾ അവർ പോലീസിനോട് പറഞ്ഞത് തൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു മകൾ ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഏതോ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പുറത്തോട്ട് പോയതാണ്. അന്ന് വൈകുന്നേരമായിട്ടും മകൾ തിരിച്ചെത്തിയില്ല. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം വരെ അവർ വെയിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് തങ്ങൾ അറിഞ്ഞതെന്നും അതിനുശേഷം പിന്നീട് തങ്ങൾ റിലേറ്റീവ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ബാക്കി ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ആ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു ക്ലൂവും കിട്ടിയില്ല. അങ്ങനെയാണ് പോലീസിൻ്റെ അടുത്ത് വന്നതെന്നുമായിരുന്നു ആ പാരൻസ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു 18 വയസ്സുള്ള പെൺകുട്ടി പോയത് ആരുടെ കൂടെയാണ്, എങ്ങോട്ടാണ് ആ ഒരു പെൺകുട്ടി പോയത്, പോലീസുകാർ ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷനിലത്തെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ പെൺകുട്ടിയെ നേരത്തെ അറിയാം. അതിൻ്റെ കാരണം 2 വർഷം മുൻപ് നടന്ന ഒരു കേസാണ്. ആ സമയത്ത് ഈ പെൺകുട്ടി മൈനറായിരുന്നു, 16 വയസ്സായിരുന്നു പ്രായം. അതേ നാട്ടിലെ തന്നെ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയാണ്. പിന്നീട് വിവാഹം കഴിക്കാനായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും പറഞ്ഞെങ്കിലും ആ പയ്യൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പോക്സോ ആക്ടിൻ്റെ അണ്ടറിൽ ആ പയ്യൻ ജയിലിൽ പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ പോലീസുകാർ ആ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുകയാണ്. നേരെ തന്നെ ആ പെൺകുട്ടിയുടെ ആൻറ്റിയുടെ വീട്ടിലോട്ടായിരുന്നു പോയത്. അവിടെ നിന്നായിരുന്നു ആ പെൺകുട്ടി തൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ ഈ പെൺകുട്ടി പഠിക്കാനും മറ്റൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഫോണിൽ നിന്നായിരിക്കും കോൺടാക്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും വൈകുന്നേരങ്ങളിൽ തന്നെ തിരിച്ചു വരാറുണ്ട്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ അവിടെ തങ്ങിയിട്ടൊക്കെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് പോയിട്ട് ഒരു ദിവസം തങ്ങി പിറ്റേ ദിവസം എത്തുമെന്നുള്ള രീതിയിലായിരുന്നു അവർ കണക്കാക്കിയത്. എന്നാൽ പിറ്റേന്ന് വൈകുന്നേരമായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ ആൻറ്റിയുടെ വീട്ടിലുള്ളവർ ആ പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്നത്. അവർക്കറിയുന്ന ഫ്രണ്ട്സിന്റെ അടുത്തും അതേപോലെ തന്നെ ബാക്കി ആ പെൺകുട്ടി പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ അന്വേഷിച്ചു. എന്നാലും ആർക്കും ആ ഒരു പെൺകുട്ടി എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ പാരൻസിന്റെ അടുത്തോട്ട് ഇവർ ചെല്ലുന്നതും പിന്നീട് അവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നതും. പോലീസുകാരെങ്ങനെ ആ ആൻറ്റിയുടെ വീടിൻ്റെ അടുത്തുള്ള നൈബേഴ്സിനെയും അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്നിട്ടും അവർക്കും ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് പോലീസുകാർ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസ് എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ ആ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വിഷ്വലിൽ ഒരു കാര്യം അവർക്ക് വ്യക്തമാകുന്നത്. അത് ഈ പെൺകുട്ടി 2 പേരുടെ കൂടെ ഒരു ബൈക്കിൽ കയറി പോകുന്ന വിഷ്വലായിരുന്നു. ആ ബൈക്കിൽ വന്ന 2 പേരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലൗ ധരിച്ചിട്ടുണ്ടായിരുന്നു, ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ ഡാറ്റാബേസിൽ നോക്കുമ്പോൾ അതൊരു കള്ള നമ്പർ പ്ലേറ്റ് ആണെന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതെന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയാണ്. എന്നാൽ പോലീസിന് കൺഫ്യൂഷൻ ഉണ്ടായ വേറൊരു സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടി വില്ലിംഗ് ആയിട്ടായിരുന്നു അവരുടെ കൂടെ പോകുന്നുണ്ടായിരുന്നത്. അത് ആ ഒരു വിഷ്വൽസിൽ നിന്നൊക്കെ വ്യക്തമായിരുന്നു. അങ്ങനെ പോലീസുകാർ ആകപ്പാടെ ക്ലൂലെസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവർ വേറിട്ട ഒരു രീതി പരീക്ഷിക്കുന്നത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ. അതായത് ജാസുഗുഡയിൽ എന്താ പറയുക, സ്മാർട്ട് സിറ്റി CCTV ക്യാമറാസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു AI ക്യാമറയൊക്കെ ആയിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കേസ് സോൾവ് ചെയ്യാം എന്നുള്ളൊരു തരത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫോട്ടോ ആ ഒരു സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും ഈ ഒരു CCTVയുടെ അണ്ടറിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റഡാറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്താണ് വന്നത്, അതുപോലെ തന്നെ ഏത് ഫുട്ടേജ് ആണ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കും. സോ അവർക്കത് ഫോളോ അപ്പ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ പോലീസുകാർ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പോലീസിന് ആ ഒരു പെൺകുട്ടിയുടെ വിഷ്വൽ ലഭിക്കുകയും ചെയ്തു. നാഷണൽ ഹൈവേ 143യിലൂടെ ഇവർ പോകുന്നതിൻ്റെ ഒരു വിഷ്വലായിരുന്നു അത്. അപ്പോൾ പോലീസുകാർ ഇതിനിടയിൽ ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ്സിലുള്ള പയ്യന്മാരെയും അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പയ്യന്മാരെയും എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു CCTVയിൽ കണ്ട ആളുകളുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ ആരെയും തന്നെ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല.
അങ്ങനെ പോലീസുകാർ പെൺകുട്ടിയുടെ മുന്നത്തെ കേസ് എടുക്കുകയാണ്. ഇനി ആ ഒരു പയ്യനാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. കുനു കിസാൻ എന്നായിരുന്നു ആ ഒരു പയ്യന്റെ പേര്. ആ പയ്യന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ വെച്ച് ഈ ഒരു CCTVയിലുള്ള എന്താ പറയുക കിട്ടിയ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ അത് ആ ഒരു പയ്യൻ തന്നെയാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളതായിട്ടാണ് പോലീസുകാർ മനസ്സിലാക്കിയത്. അതായത് ആ ഒരു ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആ ഒരു പയ്യനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ 2023 പോക്സോ കേസിൽ ആ ഒരു പയ്യൻ അറസ്റ്റിലായത്. അതിനുശേഷം കുറച്ച് നാൾ ജയിലിൽ കിടന്നു. പിന്നീട് ബെയിലിൽ ഇപ്പോൾ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ പോലീസുകാർ കുനു കിസാനെ ട്രാക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയായിരുന്നു. നേരെ അങ്ങോട്ട് ചെന്ന് ആ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ പയ്യൻ മറുപടി പറഞ്ഞത്. അങ്ങനെ ആ പയ്യൻ്റെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ എടുക്കുകയായിരുന്നു. ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് വേറൊരു ക്ലൂ കിട്ടിയത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലോട്ട് ഈ പയ്യൻ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരെയാണ് വിളിച്ചത്, എന്താണ് വിളിച്ചതെന്ന് ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ആ ഒരു പെൺകുട്ടിയെ തന്നെയാണ് വിളിച്ചതെന്നുള്ള കാര്യം ആ ഒരു പയ്യൻ സമ്മതിക്കുകയായിരുന്നു. വേറൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസുകാർ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ആൻറ്റിയുടെ വീട്ടിലുള്ള ടൈമിൽ ആ പെൺകുട്ടിയുടെ കസിൻ സിസ്റ്ററിൻ്റെ ഫോണിലോട്ടും ഈ പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ആ ഒരു കസിൻ സിസ്റ്ററിനെ വിളിച്ചത് ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനാണെന്നുള്ളതും ഇയാൾ സമ്മതിക്കുകയാണ്. എന്നാൽ പെൺകുട്ടിയുടെ തിരോധാനവും താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ആ പയ്യൻ ആവർത്തിച്ച് പറയുകയായിരുന്നു. എന്നാൽ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ അധിക നേരം പിടിച്ചു നിൽക്കാനായിട്ട് കുനു കിസാൻ സാധിച്ചില്ല. അവസാനം ആ ഒരു പെൺകുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയതെന്നുള്ളൊരു യാഥാർത്ഥ്യം അയാൾ പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, നീ എവിടെ വെച്ചാണ് ചെയ്തത്, ബോഡി എവിടെയാണ് ഡംപ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ജീപ്പിൽ ആ ഒരു ലൊക്കേഷനിലോട്ട് പോലീസുകാരെയും കൊണ്ട് ഈ പയ്യൻ പോവുകയായിരുന്നു. റൂർക്കല ഡിയോഗർ റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു കുളത്തിൻ്റെ സൈഡിലോട്ടായിരുന്നു ഈ പയ്യൻ പോലീസുകാരെയും കൊണ്ട് പോയത്. അതിനുശേഷം ആൾ പറഞ്ഞു, ഈ കുളത്തിൽ തപ്പി വയ്ക്കോ, ബോഡി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പോലീസുകാർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. അതിനുശേഷം അവർ ആ ഒരു കുളം മുഴുവൻ അരിച്ചു പെറുക്കുകയും ചെയ്തു. എത്ര നോക്കിയിട്ടും ആ പെൺകുട്ടിയുടെ ചില ബോഡി പാർട്സ് മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത്. അതായത് തല, അതേപോലെ തന്നെ കാല്, പിന്നെ കുറച്ച് ബോഡി പാർട്സ് തുടങ്ങിയിട്ടുള്ള ബോഡി പാർട്സ് ആണ് ലഭിച്ചത്. ഫുൾ ബോഡി പാർട്സ് ആ ഒരു കുളത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ തലയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ പയ്യൻ കത്തിച്ചിട്ടായിരുന്നു ആ ഒരു കുളത്തിലോട്ട് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ ഈ പയ്യനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഫുള്ളായിട്ട് നീ ഇവിടെ തന്നെയാണോ കളഞ്ഞത്, വേറെ എവിടെയെങ്കിലും കൂടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചപ്പോൾ ആ പയ്യൻ വീണ്ടും ആ പോലീസുകാരെയും കൊണ്ട് വേറൊരു ലൊക്കേഷനിലോട്ട് പോവുകയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ആറ്റിൻ്റെ വക്കത്തോട്ടായിരുന്നു ഈ പോലീസുകാരെയും കൊണ്ട് ആ പയ്യൻ പോയത്. ഇവിടെ തപ്പിയിട്ടുണ്ടെങ്കിൽ ബാക്കി ബോഡി പാർട്സ് കിട്ടുമെന്നുള്ള കാര്യം ആ ഒരു പയ്യൻ പറയുകയായിരുന്നു. അതിനുശേഷം പോലീസുകാർ അവിടെ ഫുള്ള് അരിച്ചു പറക്കിയപ്പോൾ ബാക്കി ബോഡി പാർട്സ് കൂടെ പോലീസിന് ലഭിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് നീ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തതെന്നുള്ളത് കുനു കിസാൻ്റെ അടുത്ത് പോലീസുകാർ ചോദിച്ചപ്പോഴാണ് ആ ഒരു കഥ ആ പയ്യൻ പറയുന്നത്. അതായത് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയായിരുന്നു. പിന്നീട് ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഫിസിക്കലി ഇൻറ്റിമേറ്റായി. അങ്ങനെയാണ് ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്നത്. ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയ വിവരം അറിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പാരൻസ് ഈ പയ്യനെ കോർണർ ചെയ്യുകയായിരുന്നു, കല്യാണം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ ഒരു വിവാഹത്തിനൊന്നും ഈ കുനു കിസാന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ അങ്ങോട്ട് പോകുക എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു പയ്യൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഒരു ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടി മൈനറാണ്, എന്തൊക്കെ നീ കണ്ടറിയണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. എന്നാലും ആ പയ്യൻ അത് കാര്യമാക്കിയില്ല. അങ്ങനെയാണ് ആ ഫാമിലി മെമ്പേഴ്സ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും അതുപോലെ തന്നെ കേസ് കൊടുക്കുന്നതും. പിന്നീട് ഈ പോക്സോ കേസിൽ ഈ പയ്യൻ അറസ്റ്റിലാകുന്നതും. ഈ പയ്യൻ ജയിലിലോട്ട് പോയി. ഈ പെൺകുട്ടിയുടെ അബോർഷനും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് ഈ പെൺകുട്ടിയും ആ പയ്യനും തമ്മിൽ വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ബെയിലിൽ ആ ഒരു പയ്യൻ പുറത്തു വരുന്നത്. അപ്പോൾ ആ പയ്യൻ്റെ ലോയറിനായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ആ പെൺകുട്ടി കോർട്ടിൽ വന്നിട്ട് 2 പേരുടെയും സമ്മതപ്രകാരം, അതായത് പ്രണയത്തിലായിരുന്ന സമയത്ത് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നീ ജയിലിലോട്ട് പോകേണ്ടി വരുമെന്നുള്ളത് ആ ഒരു ലോയർ പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിയെ ഈ പയ്യൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഈ പയ്യൻ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് തൻ്റെ ആവശ്യം അറിയിച്ചു. അതായത് കോർട്ടിൽ ഒരു തവണ വന്നിട്ട്
അന്നത്തെ ആ ഒരു സംഭവം രണ്ടുപേരുടെയും സമ്മതപ്രകാരമായിരുന്നു, രണ്ടുപേരും പ്രണയത്തിലായിരുന്നു, അങ്ങനെയായിരുന്നു അത് നടന്നതെന്നുള്ളത് പറയാനായിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഈ പയ്യൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ കുനൂക്കി-സാന്റെ ആ ഒരു ആവശ്യം ഈ പെൺകുട്ടി നിരാകരിക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനത് പറയില്ല എന്നുള്ള കാര്യം ആ പെൺകുട്ടി തീർത്ത് പറയുകയായിരുന്നു. ആ പയ്യൻ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ജയിലിൽ പോകും, എനിക്ക് വേണ്ടി ഒരു തവണ നീ ഇത് പറയണം, പിന്നീട് ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു. കാല് പിടിച്ചിട്ടും ആ പെൺകുട്ടി അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ കുനൂക്കി-സാന് മനസ്സിലായി ഇനിയിപ്പോൾ ഇങ്ങനെ കാല് പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോഴാണ് വേറെ ഒരു ഐഡിയ ആൾക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ആൾ വീണ്ടും അടുത്ത് ഇടപഴകാനും അതുപോലെ തന്നെ സംസാരിക്കാനും ഒക്കെ തുടങ്ങുകയാണ്. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ആൾ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും ചെയ്തു. അതായത് വീണ്ടും ഒരു ആത്മാർത്ഥ പ്രണയമാണെന്നുള്ളൊരു രീതിയിൽ ആൾ ഡ്രാമ കളിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും പ്രണയിച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിക്ക് ഇയാളുടെ അടുത്ത് വീണ്ടും കൂടി കൂടി വരികയായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ആൻറ്റിയുടെ വീട്ടിൽ പോയത് ഈ പയ്യനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വായോ പുറത്തോട്ട് പോവാ, നമുക്കൊന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം ആ പെൺകുട്ടിയെ ഈ പയ്യൻ പുറത്തോട്ട് വിളിച്ചു വരുത്തിയത്. അന്നത്തെ ദിവസം ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ആ ഒരു പയ്യൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ആ പയ്യൻ്റെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി സ്റ്റിക്കർ നോക്കി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ബോഡി കവർ ചെയ്തിട്ടായിരുന്നു ആളുമാളുടെ സുഹൃത്തും വന്നിട്ടുണ്ടായിരുന്നത്. ഹെൽമെറ്റ്, അതേപോലെ തന്നെ എന്താ പറയുക, ജാക്കറ്റ്, ഗ്ലൗ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോലീസിന് വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവർ രണ്ടുപേരും നേരെ പോയത് ആ ഒരു കുളത്തിൻ്റെ പക്കത്തോട്ട് തന്നെയായിരുന്നു. അവിടെ ഇരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചു. ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ കുനൂക്കി-സാൻ വീണ്ടും ആ പെൺകുട്ടിയോട് കോടതിയിൽ വരാനും അതുപോലെ തന്നെ എന്താ പറയുക സമ്മതപ്രകാരമാണ് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നതെന്ന് പറയാനും വീണ്ടും ആവശ്യപ്പെടുകയാണ്. എത്രയൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ആ പെൺകുട്ടി അതിന് മാത്രം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടീനെ കോടതിയിൽ എത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ താൻ അകത്ത് പോകുള്ളൂ. ഈ പെൺകുട്ടീനെ അങ്ങോട്ട് എത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സീനൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ പയ്യനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ താൻ ജയിലിൽ പോയിട്ട് ഉള്ളോട് സുഖമായിട്ട് കഴിയണ്ട എന്നുള്ളൊരു ചിന്തയും ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മുന്നേ പ്ലാൻ ചെയ്തതുപോലെ ആളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തറക്കുകയായിരുന്നു. അതായത് അത് കുനൂക്കി-സാന്റെ ലാസ്റ്റ് ട്രൈ ആയിരുന്നു. ലാസ്റ്റ് ഒരു തവണ കൂടി ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞു നോക്കും. അതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ കൊന്നുകളയണം എന്നുള്ളത് തന്നെയായിരുന്നു ആളുടെ പ്ലാൻ. അങ്ങനെയാണ് ആ പെൺകുട്ടി അയാൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം തല അറുത്ത് മാറ്റിയിട്ട് ആ തല കത്തിക്കുകയാണ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫുൾ ബോഡി അവിടെ തന്നെ ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത പയ്യനുണ്ടായിരുന്നത് കൊണ്ട് ബോഡി പീസാക്കുകയായിരുന്നു. അതിനുശേഷം ചില ബോഡി പാർട്സ് ആ ഒരു കുളത്തിൽ തന്നെ ഡംപ് ചെയ്തു. ബാക്കിയുള്ള ബോഡി പാർട്സ് എടുത്ത് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ആറിൻ്റെ അടുത്തോട്ട് പോവുകയായിരുന്നു. അത് അവിടെ ഡംപ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ കുനൂക്കി-സാൻ 18 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.